ഇവൻ പുഴുത്ത പട്ടി എന്നും പിന്നെ ജാതി പറഞ്ഞ ആക്ഷേപം. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ BDSന് പഠിക്കുന്ന നിതിൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്നാൽ മാതാപിതാക്കൾ പറയുന്നു, എൻ്റെ മോൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അവൻ ഞങ്ങൾക്ക് വേണ്ടിയും അവൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും പഠിച്ച് മിടുക്കനായൊരു ഡോക്ടറായി പുറത്തിറങ്ങണം എന്നുള്ള ഒരുപാട് സ്വപ്നത്തിലാണ് അവൻ പഠിക്കുന്നത്. രാത്രി 2 മണി വരെയൊക്കെ, അതായത് അവിടുന്ന് യാത്ര ചെയ്ത് വീട്ടിലെത്തിയാലും 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുന്ന ഒരു മോനാണ്. നന്നായിട്ട് പഠിക്കും. അതും കോളേജിൽ ഇഷ്ടമല്ല. ഓരോ എക്സാമിനും 10 മാർക്ക് വീതമൊക്കെ മനഃപൂർവ്വം അവർ കുറക്കും എന്നൊക്കെ പറയുന്നു. ആ കോളേജിലെ HOD ആണ് ഇവനോട് ക്രൂരമായി പെരുമാറിയത്, ഈ മോനോട് എന്ന് പറയുന്നുണ്ട് അവർ. അതിലും ആ മാതാപിതാക്കൾ പറയുന്നത്, എന്തിനാണ് ഇത്ര വൈരാഗ്യം കുട്ടിയോട് എന്ന് ചോദിക്കുമ്പോൾ ഈ HODയുടെ കുട്ടി ഒളിച്ചോടി പോയെന്ന്, അതിനു വേണ്ടിയിട്ട് എല്ലാ കുട്ടികളോടും പ്രതികാരം തീർക്കുന്നെന്ന്. അപ്പോൾ ഇത് 1 or 2 വട്ടം ഇതുപോലെ കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മാതാപിതാക്കളായാലും ഈ മോനായാലും പരാതി കൊടുക്കാത്തത്? പരാതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല, അല്ലെ പഠിത്തം മുടങ്ങിപ്പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. കാരണം ഈ കുട്ടിയോട് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ടും പറയുമെന്ന്, നീ കുളിക്കാത്തവനാണ്, കറുത്ത വർഗ്ഗക്കാരനാണ്, കുറഞ്ഞ ജാതിയിലുള്ളവനാണ്, ഇതൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമെന്ന് പറയുന്നു. കോളേജിലെ HOD ആണ് പറയുന്നത് പുഴുത്ത പട്ടി, കുളിക്കാത്തവൻ എന്നൊക്കെ പറയുന്നത്. അയാളെ മുമ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു എന്ന് ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ എന്ത് ക്രൂരത കാട്ടിക്കഴിഞ്ഞാലും ഒരു സസ്പെൻഷൻ അത്രയേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചെടുക്കും. എന്നിട്ടും ഇവരുടെ സ്വഭാവം മാറുന്നുണ്ടോ? നിതിൻ രാജിൻ്റെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, ആ കോളേജിൽ പണച്ചാക്കുകളാണ് പഠിക്കുന്നത്. എൻ്റെ മകൻ, ഞാനൊരു കൂലിപ്പണിക്കാരനാണ്, കൂലിപ്പണിക്കാരൻ്റെ മകനാണ് നിതിൻ, അതുകൊണ്ട് തന്നെ ഒരു നീതിയും കിട്ടില്ല എന്നുള്ള രീതിയിലാണ് നിതിൻ രാജിൻ്റെ അച്ഛൻ പറയുന്നത്. അതെന്താ പണച്ചാക്കുകൾക്ക് മാത്രം പഠിച്ചാൽ മതിയോ? സാധാരണക്കാർക്ക് പഠിക്കണ്ടേ? നിതിൻ മെറിറ്റിലാണ് അവിടെ സീറ്റ് എടുത്തത്. ഈ മാതാപിതാക്കൾ തന്നെ പറയുന്നു, ഈ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് കുപ്പികളാണെന്ന്. അവിടെയുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊന്നും ഇവർക്കൊരു വിഷയമല്ല. കാരണം ഈ കുട്ടികളൊക്കെ ഇതുപോലെ തന്നെ റാഗിങ് ഉണ്ട്. ഈ നിതിൻ എന്ന് പറയുന്ന മോനെ ഫുൾ കൈ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ സീനിയർ വിദ്യാർത്ഥി വിളിച്ചിട്ട് എന്താടാ ഫുൾ കൈ ഷർട്ട് ഇടുന്നതെന്ന് ചോദിച്ചിട്ട് ചുരുട്ടി വെക്കാൻ പറയുന്നു. അത് കഴിഞ്ഞ് ചുരുട്ടി വെച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ എന്താടാ നീ ചുരുട്ടി വെച്ചിരിക്കുന്ന താത്തി ഇടടാന്ന് പറയുമെന്ന്. അതൊക്കെ ചെറിയ ചെറിയൊരു റാഗിങ്ങാന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ഈ HOD എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? ദൈവത്തിൻ്റെ നാട് കേരളം. കേരളത്തിൽ ഇതുപോലെ ജാതി വിവേചനമൊന്നും ഇല്ലെന്ന് പറയും. പക്ഷേ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ജാതി വിവേചനവും നിറവിവേചനവും എല്ലാം ഉണ്ട്. മതത്തിൻ്റെ പേരിലായാലും ഓരോരോ കോളേജിൽ ഓരോരോ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ഇത്രയൊക്കെ ആ കുട്ടി ക്രൂരമായ കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ ഒന്നുകിൽ അവിടുത്തെ പഠിത്തം നിർത്താം, അല്ല എങ്കിൽ പരാതി കൊടുക്കാം. പക്ഷേ ഇതൊക്കെ സഹിച്ചിട്ടും ആ കുട്ടി വീണ്ടും വീണ്ടും അവിടെ പോയപ്പോൾ ഇപ്പം എന്തായി? ആ കുട്ടി ഇല്ലാതായില്ലേ? എന്ത് തന്നെ ആയാലും, ഡോക്ടറല്ല, അതിനേക്കാൾ വലിയ കാര്യമായാലും നമ്മുടെ മക്കളുടെ ജീവനേക്കാൾ വലുതായിട്ട് നമുക്കൊന്നുമില്ലല്ലോ. ചിലപ്പോൾ ഈ മാതാപിതാക്കൾ കുറച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ഈ കുട്ടി അതിനേക്കാൾ ക്രൂരമായ കാര്യങ്ങൾ അവിടെ അനുഭവിച്ചിട്ടുണ്ടാവാം. ആ മാതാപിതാക്കൾ തന്നെ പറയുന്നുണ്ട്, 2020 ശ്രീനന്ദന എന്ന് പറയുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. അത് പണം കൊടുത്ത് ഒതുക്കി കളഞ്ഞെന്ന്. ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് പുറലോകത്ത് അധികം അറിയുന്നില്ല. അല്ലാതെ ഒരു പഠിക്കുന്ന കോളേജിൽ ഇതുപോലെ കുട്ടികൾ കുടിച്ച് മദ്യപിച്ച് കുപ്പികളൊക്കെ കൂട്ടിയിടുമ്പോൾ ഇതൊന്നും അന്വേഷണം വരില്ലേ? ഈ കുട്ടികൾ തന്നെ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് ആർക്കും അറിയുന്നില്ലല്ലോ. ഈ കുട്ടികളെയൊക്കെ പഠിക്കാനായിട്ടല്ലേ രക്ഷിതാക്കൾ വിടുന്നത്? 1-ാം വർഷത്തെ കുട്ടികളെ റാഗിങ് ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ലേ, നമ്മളും ഇതുപോലെ തന്നെ 1-ാം വർഷം കഴിഞ്ഞ് തന്നെയാണ് ഇതുപോലെ സീനിയർ വിദ്യാർത്ഥികളായതെന്ന് അവരന്ന് അനുഭവിക്കുമ്പോൾ അവർക്കും അതിൻ്റേതായ വേദനകൾ ഉണ്ടായില്ലേ? പോട്ടെ, കുട്ടികൾ വിവരമില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയെന്ന് വിചാരിക്കുക. പക്ഷേ ഇത്രയും പ്രായമുള്ള HOD അയാൾക്ക് എന്താണ് ഇത്ര ജാതിയെപ്പറ്റിയും സൗന്ദര്യത്തെപ്പറ്റിയും അതുപോലെ തന്നെ പുഴുത്ത പട്ടി എന്നൊക്കെ ഒരു കുട്ടിയെ നോക്കി വിളിക്കുമ്പോൾ അയാളെ ഇനി സസ്പെൻഡ് ചെയ്താൽ തന്നെ തിരിച്ചെടുക്കാൻ പാടുണ്ടോ? ഒരുപാട് കുട്ടികൾ പഠിത്തം ഉപേക്ഷിച്ച് പോയെന്നും അച്ഛൻ പറയുന്നുണ്ട്. ഇതൊക്കെ അച്ഛൻ അറിഞ്ഞും കൊണ്ട് വീണ്ടും വീണ്ടും ആ മകനെ അങ്ങോട്ടേക്ക് വിടാതിരിക്കുന്നതാണ് നല്ലതായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇതൊക്കെ അച്ഛൻ അറിയായിരുന്നെങ്കിൽ, ഇത്രത്തോളം ക്രൂരത ആ മകൻ അനുഭവിക്കുന്നു എന്ന് അറിയായിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും അങ്ങോട്ട് വിടണ്ടായിരുന്നു. പറയുമ്പോൾ ശരിയാണ്, നീറ്റൊക്കെ എഴുതി അത്രയും കഷ്ടപ്പെട്ടാണ് ആ മകൻ ഇതുപോലെ ഒരു BDSന് അഡ്മിഷൻ നേടിയത്. പക്ഷേ ജീവനേക്കാൾ വലുതായിട്ടല്ലല്ലോ ഒരു ജോലിയും അല്ലെങ്കിൽ ഒരു സ്ഥാനമാനങ്ങളും ജീവനേക്കാൾ വലുതായിട്ടാണോ? ഇന്നിപ്പോൾ ആ മാതാപിതാക്കൾക്ക് മകനെയല്ലേ നഷ്ടപ്പെട്ടത്? എന്നെങ്കിലും ഇതിൽ നിന്ന് അവർക്കൊരു മോചനം ഉണ്ടാവുമോ? അതും ഒരു കൂലിപ്പണിക്കാരനായ ഒരു അച്ഛൻ, 1000 എത്രയോ രൂപ കൂലി വാങ്ങുന്ന അച്ഛനാണ് ഈ മകനെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ വേണ്ടി ഇതുപോലൊരു കോളേജിലേക്ക് വിട്ടത്. എന്തെല്ലാം പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആ മകനായാലും ഈ മാതാപിതാക്കൾക്കായാലും ഉണ്ടാവും. അതൊക്കെ തല്ലി തകർത്തത് ഈ ഒരു HOD എന്നുള്ള അയാളുടെ ഒരു ക്രൂരമായ ഒരു പെരുമാറ്റം കൊണ്ടല്ലേ? പക്ഷേ എന്തൊക്കെ ആയാലും ഇന്നത്തെ കുട്ടികൾ, അതും ഇത്രത്തോളം പഠിച്ച് നീറ്റൊക്കെ എഴുതി ഒരു ഡോക്ടറാവാൻ വേണ്ടി പോകുന്നൊരു കുട്ടിക്ക് മനസ്സിനൊരു ശക്തിയില്ലേ? എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇനി ആത്മഹത്യയാണെങ്കിലും മാതാപിതാക്കൾ
മാതാപിതാക്കൾ ആത്മഹത്യയല്ലെന്ന് പറയുന്നു. ആത്മഹത്യയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെയായി പോകുന്നത്? ഇതുപോലൊരു സ്വപ്നമാണ് എങ്കിൽ മുന്നോട്ട് എന്തൊക്കെ ആയാലും ഞാൻ പഠിച്ചു മുന്നേറും എന്ന് ചിന്തിച്ചിട്ട് ഇതുപോലെയുള്ള ഒരു ആത്മഹത്യയിലേക്കൊന്നും ഈ കുട്ടികൾക്ക് പോകാതിരുന്നൂടെ? ആ മാതാപിതാക്കളുടെ വേദന കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരു വേദന. ആ അമ്മ പറയുന്ന വാക്കുകൾ കേൾക്കണം. കോളേജിൽ നിന്നൊരു മാഡമാണ് വിളിച്ചത്. ഫോൺ എടുത്തപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ മോനൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, ICUവിലാണെന്ന് പറയുന്നു. അതും ഒരമ്മയോടാണ് പറയുന്നത്. ഇതൊക്കെ ഇനി എന്നെങ്കിലും തെളിയോ? നമുക്കറിയാം അന്ന് പാലക്കാട് ഇതുപോലെ ഒരു കുട്ടിക്ക് സംഭവിച്ചതറിയാം. അതെന്തായി ഇപ്പോൾ ഒരു ചർച്ചയുമില്ല, ഒക്കെ തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ടാവും. അതുപോലെ പണവും സ്ഥാനമാനങ്ങളും ഒക്കെ ഉള്ളവർ എന്ത് ചെയ്തു കഴിഞ്ഞാലും കാര്യം ഉണ്ടാവില്ല. ഞാൻ ചിന്തിക്കുന്നത് ചെറിയൊരു ആൽബത്തിൽ അഭിനയിക്കുകയോ അല്ലെങ്കിൽ നഗ്നതാ പ്രദർശനം നടത്തുകയോ അല്ലെങ്കിൽ മോശമായ രീതിയിൽ പണം കൊടുത്ത് ഓരോരുത്തരെയും പണം കൊടുത്തു പോകുന്നവരെയൊക്കെ നമ്മളിന്ന് കാണുന്നത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇൻ്റർവ്യൂ ചെയ്ത് അവരെയൊക്കെ ഫേമസ് ആക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. അതിനെപ്പറ്റി എല്ലാ ദിവസങ്ങളും എന്ന് പറഞ്ഞ പോലെ ചർച്ചയൊക്കെ ചെയ്ത് ഇത് ഏറ്റവും വലിയൊരു തലത്തിലേക്ക് എത്തിക്കേണ്ട ഒരു കടമ എല്ലാവർക്കും ഉണ്ട് അല്ലേ? കാരണം ഇന്നൊരു നിതിനാണെങ്കിൽ നാളെ മറ്റൊരു വിദ്യാർത്ഥി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ കേൾക്കുന്നുണ്ട്. ഒരു കോളേജിലെ HODനെ പറ്റിയായ അമ്മ പറയുന്നൊരു വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പഠിക്കുന്ന കുട്ടികളെ അയാൾക്ക് ഇഷ്ടമല്ലെന്ന്, അയാൾക്ക് ഈ കഞ്ചാവും മയക്കുമരുന്ന് അങ്ങനെയൊക്കെയായി നടക്കുന്ന കുട്ടികളെയാണ് അയാൾക്ക് കാര്യമെന്ന്. എന്താണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു കോളേജിലെ HOD ആയാലും ആരായാലും കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയല്ലേ ശ്രദ്ധിക്കുന്നത്. പകരം ഇതുപോലെ നടക്കുന്ന കുട്ടികളെയാണ് അയാൾക്ക് ഇഷ്ടമെന്ന്. പഠിക്കുന്ന ഈ നിതിൻ എന്ന് പറയുന്ന കുട്ടിയുടെ 10 മാർക്കൊക്കെ കട്ട് ചെയ്ത് കളയാമെന്ന്. അയാളുടെ മോള് ആരുടെയോ കൂടെ പോയതിന് അല്ലെങ്കിൽ അവിടെ നിന്ന് എവിടെയോ പോയതിന് മറ്റുള്ള കുട്ടികളോട് ദേഷ്യം തീർക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ആ മാതാപിതാക്കൾ പറയുന്നതാണ്. ഈ HOD തന്നെ ആരെയോ കൊന്നു എന്നൊക്കെ പാട്ടാണ് കോളേജിലെന്ന് പറയുന്നു. അതൊക്കെ ഈ മകൻ വന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇതൊക്കെയാണ് സംഭവമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞത്, പൊന്നു മോനെ നീ അയാളുടെ മുന്നിലൊന്നും പെടരുത്, അയാളുടെ കാറിൻ്റെ അടുത്തോട്ടോ അങ്ങനെയൊന്നും പോകരുതെന്ന്. പക്ഷെ അങ്ങനെ ആയിരുന്നോ പറഞ്ഞു കൊടുക്കേണ്ടത്? എത്രത്തോളം ക്രൂരത മോന് സഹിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് അതൊരു ഡോക്ടറെന്നോ അല്ലെങ്കിൽ മുന്നോട്ട് ഞങ്ങൾക്കൊക്കെ വിഷമാവുമെന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ മോൻ എന്ന് പറ്റുന്നില്ല എന്ന് തോന്നുന്നോ അന്ന് മോൻ തിരിച്ചു വരണം. ബാക്കി എന്തായാലും നമുക്ക് അവിടെ വെച്ച് കാണാം, അല്ലെ മറ്റെന്തെങ്കിലും നമുക്ക് പഠിക്കാം. അല്ലാതെ ഇതിൽ കടിച്ചു തൂങ്ങി മോൻ നിൽക്കരുത് എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആശിക്കുക. കാരണം നമ്മുടെ മക്കൾ, അത് ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും അതല്ലല്ലോ നമ്മളുടെ വിഷയം. നമ്മുടെ മക്കൾ ഒരാപത്തും കൂടാതെ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരോ കാര്യങ്ങൾ ഇതുപോലെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുക, ഇത് നിർത്തലാക്കാനൊന്നും നമ്മുടെ കേരളത്തിൽ പറ്റില്ലേ? കാരണം ജാതി, മതം, അതുപോലെ സൗന്ദര്യം, കറുത്തവനെന്നും അങ്ങനെയൊക്കെ കറുത്തവനെന്നൊക്കെ മറ്റുള്ള വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് ഈ കുട്ടിയെ പറഞ്ഞെന്ന്. ഇനിയിപ്പോൾ എന്തെങ്കിലും കുട്ടി പഠിക്കാതെയോ അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്ത് നടക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തതിന് എന്തെങ്കിലും ചീത്ത പറഞ്ഞു അല്ലെ അങ്ങനെയൊക്കെ കേൾക്കുന്നത് നമുക്ക് ശരി, അങ്ങനെ പറഞ്ഞു പഠിക്കാത്തതിനാണ്, അല്ലെങ്കിൽ ആ കുട്ടി ക്ലാസ് കട്ട് ചെയ്ത് ഇതുപോലെ പല വികൃതികളും കാണിച്ചു അതിനാണ് വഴക്ക് പറഞ്ഞ്, അങ്ങനെയാണ് നമുക്ക് കേൾക്കുന്നെങ്കിൽ അതുകൊണ്ടായിരുന്നല്ലോ വഴക്ക് പറഞ്ഞതെന്ന് വിചാരിക്കുക. പക്ഷേ ഇത് ആക്ഷേപിക്കൽ, ജാതി ആക്ഷേപം അല്ലെ കറുത്ത വർഗം എന്നുള്ള ആക്ഷേപം, ഇതൊക്കെ നിർത്തലാക്കാൻ പറ്റില്ലേ? ആര് ഭരിച്ചാലും ആ ഭരിക്കുന്നവർക്കുള്ള ഗുണങ്ങൾ എന്നല്ലാതെ സാധാരണക്കാർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? വലിയ വലിയ ആളുകൾക്ക് ഇതുപോലെ നമ്മൾ കണ്ടിട്ടില്ലേ, രഞ്ജിത്ത് എന്ന് പറയുന്ന അയാളെ ഇപ്പം അറസ്റ്റ് ചെയ്തു. ഇതിനു മുമ്പ് പല കാര്യങ്ങൾ ചെയ്തിട്ടും പാർട്ടിയുടെ സഹായങ്ങളൊക്കെ കൊണ്ട് അയാൾ ഒരിക്കൽ പോലും ഈ പോലീസിൻ്റെ കസ്റ്റഡിയിലാവോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം എന്തോ ഇലക്ഷൻ്റെ ഒക്കെ സമയമായതുകൊണ്ടാണെന്ന് പറയുന്നു, യാഥാർത്ഥ്യം അറിയില്ല. പക്ഷേ എന്നാലും വലിയ വലിയ ആൾക്കാരുകളൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പോകുന്നു. സാധാരണക്കാർ ഒരു കുഞ്ഞു തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വേഗം അറസ്റ്റ് ചെയ്യുന്നു, ഫുൾ ഫോട്ടോയോടുകൂടി പത്രങ്ങളിലൊക്കെ വരുന്നു. ഇതിനു മുമ്പും ആ കോളേജിൽ ഇതുപോലെയൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. എന്തിനു വേണ്ടിയാണ് ഈ കുട്ടികളോട് ഇങ്ങനെ കാണിക്കുന്നത്? ഈ കുട്ടികൾ അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയല്ലേ പഠിക്കാൻ വരുന്നത്? അവർ ഈ ഇത്രയും കാലം +2 വരെ കഠിനമായി പഠിച്ച് നീറ്റ് എക്സാം എഴുതി, ഇനി നീറ്റല്ല എഞ്ചിനീയറിംഗ് കോളേജ് ആയാലും ഇത്രത്തോളം പഠിച്ച് അവരുടെ ഭാവിയുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി കുട്ടികൾ പഠിക്കുമ്പോൾ ആ കുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ കുട്ടികളെ ജീവിതം ഇല്ലാതാക്കുന്നത്, അവർ അത്രത്തോളം സഹിക്കുമ്പോൾ അവരുടെ ജീവിതം തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ഇത് ജീവിതം ഇല്ലാതാക്കിയതാണോ അല്ല ആ കുട്ടി സ്വയം പോയതാണോ നമുക്കറിയില്ല. മാതാപിതാക്കൾ തറപ്പിച്ച് പറയുന്നു, അത്രത്തോളം സ്വപ്നം ഞങ്ങൾക്ക് വേണ്ടി ആയാലും അവൻ പഠിക്കുന്നത്, അപ്പോൾ അവൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് ആ മാതാപിതാക്കൾ പറയുന്നു. ഇതൊക്കെ 1-2 ദിവസം ചർച്ച ചെയ്യും. പിന്നെ ആർക്കാണ്? ആ മാതാപിതാക്കൾക്ക് മാത്രമേ ഉള്ളൂ നഷ്ടം. കോളേജായിട്ട് തന്നെ പ്രവർത്തനം തുടങ്ങും, അതിലിഷ്ടം പോലെ കുട്ടികൾ ഇതുപോലെ വരും, പലരും ഇതുപോലെ ഓരോ ചൂഷണങ്ങൾക്ക് വിധേയരാകും. ഇതൊന്നും പറയാൻ പേടി കൊണ്ട് പലരും മൂടിവെക്കും. ഇതൊന്നും ആരും പുറത്തു കൊണ്ടുവരും. സത്യമായിട്ടും ആഗ്രഹിച്ചു പോന്നു ഈ കുട്ടിയുടെ മരണത്തിന് കാരണക്കാരനായ HOD ഇനി ഒരിക്കലും അവിടെ ജോലി ചെയ്യാതിരിക്കാനും, അതുപോലെ തന്നെ കോളേജിൽ എല്ലാവരും സപ്പോർട്ടാണെങ്കിൽ ആ കോളേജിൽ ഇതുപോലെ എന്തെങ്കിലും അന്വേഷണം എടുത്ത്
കുട്ടികളെ മുഴുവനും ഓരോരുത്തർക്കും എന്താണ് പറയാനുള്ളതെന്ന് രഹസ്യമായിട്ടെങ്കിലും അത് പോലീസിലോ അല്ല ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ അറിയിക്കാനുള്ള ഒരു സാഹചര്യം ആ കുട്ടികൾക്ക് ഇതുപോലുള്ള ഓരോ കോളേജുകളിലും അങ്ങനെ ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാക്കണം. അല്ലാതെ ഇതുപോലുള്ള ക്രൂരതകൾ മുഴുവനും സഹിച്ചിട്ട് സ്വന്തം ജീവൻ കളയുന്നത് വരെ കുട്ടികളും ക്ഷമിച്ച് നിൽക്കാൻ പാടില്ല, മാതാപിതാക്കളും ക്ഷമിച്ച് നിൽക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും പഠിച്ച് സഹിച്ച് പഠിക്കുക എന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ സ്വന്തം കുട്ടികളാണ് ഇല്ലാതാവുന്നത്. എന്തെല്ലാം സ്വപ്നങ്ങളോട് കൂടിയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ആ കുഞ്ഞുങ്ങൾക്കൊരു പനി വന്നാൽ പോലും ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു കുഞ്ഞാണിപ്പോൾ ഈ ഒരു കോളേജിലെ HODയുടെ ക്രൂരത കൊണ്ട് സ്വന്തം ജീവൻ ഇല്ലാതാക്കിയത്. പക്ഷേ മാതാപിതാക്കൾ പറയുന്നത് ഒരിക്കലും എൻ്റെ മകൻ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളത്. എന്തായാലും ആ മാതാപിതാക്കൾക്ക് ഇനി ആ മകനെ തിരിച്ചു കിട്ടില്ല. പക്ഷേ മകനൊരു നീതി കിട്ടാനെങ്കിലും ദൈവം സഹായിക്കട്ടെ.